അഗ്രഹാര വിശേഷങ്ങൾ തീരുന്നില്ല. ഇന്ന് മൂന്നാമത്തെ എപ്പിസോഡിൽ നമുക്ക് മഹാലക്ഷ്മിയും വരദരാജ സ്വാമിയുടെയും പരിണയവും അതുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ കൂടുതൽ അഗ്രഹാരത്തിന്റെ ദൃശ്യവിസ്മയങ്ങളിലേക്ക് സ്വാഗതം. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഇല്ലെന്നാണ്. ഞാൻ ഈ പെരുങ്കുളത്ത് വന്നിട്ട് ഓൾമോസ്റ്റ് 20 വർഷമായി. പിന്നെ എനിക്ക് ഈ എന്താ പറയുക, ഗ്രാമം, പിന്നെ ഈ രഥോത്സവം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ കൾച്ചറൽ പ്രോഗ്രാംസ് ഇവിടെ നടത്തുന്നത് അതും വളരെ ഇഷ്ടമാണ്. പിന്നെ ഈ എന്താ പറയുക, രഥോത്സവം പറയുമ്പോൾ എല്ലാ ജാതി മതം അങ്ങനെയൊന്നും നോക്കാതെ എല്ലാ ആൾക്കാരും വന്ന് ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്താ പറഞ്ഞാൽ കുറച്ചുകൂടി നമ്മളുടെ കൾച്ചറൊക്കെ എന്താ പറയുക നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും എല്ലാം നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ ഇതുപോലെ രഥോത്സവത്തിന് കുറെ ആൾക്കാർ വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഔട്ട്സൈഡിൽ നിന്ന് പോയ ഒരുപാട് ആളുകൾ സംഗമിക്കുന്നുണ്ട് അല്ലേ? അവരെല്ലാവരും കാണാൻ കൂടിയുള്ള ഒരു ഭാഗ്യം. കുറെ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ എന്താ പറഞ്ഞാൽ ഇനിയും കുറെ ആൾക്കാർ വരണം. നമ്മളുടെ ഈ ചാനൽ ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴേ അവർക്ക് അറിയുള്ളൂ ഏത് സ്ഥലത്ത് എന്താ നടക്കണമെന്നുള്ളത്. അപ്പൊ ഈ ചാനലൊക്കെ കണ്ടിട്ട് ഇനിയും കുറെ ആൾക്കാർ വരണം. പിന്നെ നമ്മുടെ രഥോത്സവത്തിനെ പ്രോത്സാഹിപ്പിക്കണം കുറച്ചുകൂടി, അതാണ്. പിന്നെ ലക്ഷ്മിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവണം. ഇവിടെ 4 അമ്പലമുണ്ട്. എല്ലാം വന്നിട്ട് ഈ 4 അമ്പലം കാണണം. പിന്നെ എല്ലാ ഗോഡ്സിന്റെയും എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.
എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 40 വർഷമായി. ഞാൻ വന്നിട്ട് ഈ അഗ്രഹാരത്തിലെ ഓരോ രഥോത്സവം ഞാൻ കണ്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും കൂടുന്തോറും ഇനി അഭിപ്രായം നല്ല 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 ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം. ഇതുപോലെ ഒരു അഗ്രഹാരം, ഇങ്ങനെ ഒരു സ്ഥലവും നമ്മൾ വരുന്നപ്പെടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. വളരെ സന്തോഷം, നല്ല അഭിപ്രായം. മഹാലക്ഷ്മി അമ്പലത്തിലെ മെയിൻ പ്രീസ്റ്റ് അദ്ദേഹം എന്താ പറയുന്നത് നമുക്ക് കേൾക്കാം രഥോത്സവത്തെ കുറിച്ച്. ഓക്കെ, നമസ്കാരം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധകേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമസ്തേ. എൻ്റെ പേര് രാമസ്വാമി PA, പെരുംകുളം മഹാലക്ഷ്മി അമ്പലത്തിലെ പ്രീസ്റ്റാണ്. രഥോത്സവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ വർഷത്തെ രഥോത്സവം 2026 മാർച്ച് 3, 4 തീയതികളിലാണ് നടക്കുന്നത്. 23-ാം തീയതി രാവിലെ ഗണപതി ഹോമം, നവകാഭിഷേകം, വൈകുന്നേരം അണയാവിളക്ക് തെളിയിക്കൽ, പാലികാ നിമഞ്ജനം എന്നിവ നടന്നു. 24-ാം തീയതി വൈകുന്നേരം 7:30 മണിക്ക് കൊടിയേറ്റം നടന്നു. പിന്നെ ദിവസവും പതിവ് പോലെ 23-ാം തീയതി മുതൽ 3-ാം തീയതി വരെ പതിവ് പോലെ രാവിലെ ഗണപതി ഹോമം 5 മണിക്ക്, 9 മണിക്ക് നവകാഭിഷേകം, വൈകുന്നേരം നിറമാല ദീപാരാധന എന്നിവ. ക്ഷേത്രത്തിലെ മുഖ്യ തന്ത്രി ബ്രഹ്മശ്രീ നൂറണി രാമൂർത്തി ഭട്ടാചാര്യർ അവർകളാണ്. ഈ 5-ാം വിളക്ക് ദിവസം വൈകുന്നേരം രഥോത്സവത്തിലെ മുഖ്യ ഘടകമായ വിവാഹ നിശ്ചയമാണ്. അത് ഭൂമി വരാം. നിങ്ങളുടെ കാണാൻ നമുക്കൊരു അഭിപ്രായം ചോദിക്കാട്ടോ നാളെ രാവിലെ പേരിനെ കുറിച്ച്. 4 രഥങ്ങളും 3-ാം തീയതി ഏകദേശം ഒരു 9:30, 10 മണിക്കുള്ളിൽ കാരോട്ട് ഗ്രാമത്തിൽ എത്തിച്ചേരുകയും പിറ്റേ ദിവസത്തെ രാവിലെ, അതായത് 4-ാം തീയതിയിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് 4 ക്ഷേത്രങ്ങളിലെ തേരുകളും കാരോട്ട് ഗ്രാമം സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് തെക്കേ ഗ്രാമത്തിൽ നിന്ന് കൃഷ്ണസ്വാമി രഥവും, അതുപോലെ ശിവരഥവും, വരദരാജസ്വാമി രഥവും, മഹാലക്ഷ്മി രഥവും 4ഉം കൂടി അവസാനിക്കുന്നതാണ് 1-ാം രഥപ്രയാണം അവസാനിക്കുന്നത്. അത് അവസാനിച്ചതിന് ശേഷം പിറ്റേ ദിവസം 4-ാം തീയതി മോർണിംഗിലുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓക്കെ, അതായത് 4 രഥങ്ങളും ഒരേ ഇതിൽ
നിൽക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നത്. അതായത് ഐതിഹ്യപ്രകാരം വിശ്വാസപ്രകാരം ഈ 4 അമ്പലങ്ങൾ പോകുന്നതും 4 ഇത് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഈ 4 രഥങ്ങൾ ചുറ്റിക്കഴിഞ്ഞാൽ തന്നെ 4 അമ്പലങ്ങളും അല്ലെങ്കിൽ 4 ദൈവസന്നിധിയിൽ എത്തിയ പോലെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതായത് 4 രഥങ്ങളും 4 ഭഗവാനും ഭഗവതിയും ഇവിടെ കുടികൊള്ളുന്നു. അതായത് ഒരൊറ്റ സ്പേസിൽ തന്നെ. ഓക്കെ, അപ്പോൾ മറ്റേ ഈ 4 രഥങ്ങൾ പ്രദക്ഷിണം വെച്ചാൽ തന്നെ 4 അമ്പലവും പ്രദക്ഷിണം വെച്ചാൽ അതിന് തുല്യമാണ്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 4 രഥങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രതിഭാസം കണ്ടോ. ഇനി ഇത് രണ്ടാമത്തെ പ്രയാണ ദിവസം അല്ലെങ്കിൽ 4-ാം തീയതി എന്ന് പറയുന്നത് ഇത് തിരിച്ച് 4 അമ്പലങ്ങളിലേക്ക് 4 ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതും പിന്നീട് ഓരോ ക്ഷേത്ര സന്നിധിയിൽ ഓരോ രഥങ്ങൾ അവിടെ നിർത്തുന്നതാണ് കാണുന്നത്. ഓക്കെ, അവസാനം മഹാലക്ഷ്മി രഥം അവസാന ക്ഷേത്രത്തിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ 4 ക്ഷേത്രങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന 4 രഥങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, വിഷ്വൽസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ 4 അമ്പലം പ്രദക്ഷിണം വയ്ക്കുന്നത് ഈ 4 രഥം പ്രദക്ഷിണം വെച്ചാൽ മതി. അതാണ് വിശ്വാസം. ഇത് മനോഹരമായ ദൃശ്യമല്ലേ, 4 കൂറ്റൻ രഥങ്ങൾ ഒറ്റ കോമ്പൗണ്ടിൽ നിൽക്കുന്നതായിട്ട്. ഒന്നാം രഥപ്രയാണം ആരംഭിക്കുന്നതിന് മുമ്പ് സൂര്യഗ്രഹണമായിട്ട് എല്ലാ ചടങ്ങുകളും കഴിഞ്ഞതിന് ശേഷം വരദരാജസ്വാമിയെയും മഹാലക്ഷ്മിയെയും രഥത്തിലേറ്റിയതിന് ശേഷം നമ്മുടെ കണ്ണേട്ടൻ നമ്മളെ വിട്ട് പോയി. ആർക്കും വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അവസാന നിമിഷം വരെ അദ്ദേഹം കർമ്മനിരതനായിരുന്നു. അവസാന ശ്വാസം വരെ നമ്മൾ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ കർമ്മനിരതനായിരിക്കുകയാണ് അദ്ദേഹം. അവസാന ശ്വാസത്തിൽ പോലും അമ്പലത്തിനും ഗ്രാമത്തിനും വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രയത്നം ചെലവഴിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഈ അഗ്രഹാരം ഉള്ളിടത്ത് കാലം കണ്ണേട്ടനുണ്ടാവും. അപ്പോൾ ഈ എപ്പിസോഡ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമിക്കുന്നു, അദ്ദേഹത്തിനെ സമർപ്പിക്കുന്നു.